പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യ വിമോചന യാത്ര 40 ദിവസത്തെ പരിശുദ്ധ കുർബാനയുടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ യാത്രയുടെ 11ാമത്തെ ദിവസത്തിലേക്ക് ഏറ്റവും പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൻ്റെ 12ാം അധ്യായത്തിൽ നിന്ന് ഒരു പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ചിന്തയാണ്. നമ്മുടെ ഈ പ്രാർത്ഥനാ യാത്രയിൽ വലിയ ദൈവകൃപകൾ നമ്മൾ പ്രാപിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനാ യാത്ര നമ്മുടെ ജീവിതത്തിന് തരാൻ പോകുന്ന അനുഗ്രഹം വലുതാണ് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം തീക്ഷ്ണതയോടെ, വലിയ ആഗ്രഹത്തോടെ, വലിയ ഒരുക്കത്തോടെ വേണം നമ്മൾ ഈ ദിവസങ്ങളെ ചെലവഴിക്കാൻ എന്ന് ഞാൻ ആമുഖമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനഭാഗത്തിലേക്ക് കടക്കാം. പുറപ്പാട് പുസ്തകം 12ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, പെസഹ ആചരിക്കേണ്ട ചട്ടം ഇതാണ്. പരദേശിയായ ഒരുവനും പെസഹ ഭക്ഷിക്കരുത്. എന്നാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമ പരിച്ഛേദിതനെങ്കിൽ അവന് ഭക്ഷിക്കാം. പരദേശിയും കൂലിക്കാരനും അത് ഭക്ഷിക്കരുത്. പാകം ചെയ്ത വീട്ടിൽ വെച്ച് തന്നെ പെസഹ ഭക്ഷിക്കണം. മാംസത്തിൽ നിന്ന് അല്പം പോലും പുറത്തു കൊണ്ടുപോകരുത്. ആടിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കരുത്. ഇസ്രായേൽ സമൂഹം മുഴുവൻ ഇത് ആചരിക്കണം. നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശി കർത്താവിൻ്റെ പെസഹ ആചരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള പുരുഷന്മാരെല്ലാം പരിച്ഛേദനം സ്വീകരിക്കണം. അതിനുശേഷം പെസഹ ആചരിക്കാം. അപ്പോൾ അവൻ സ്വദേശിയെ പോലെയാണ്. അപരിച്ഛേദിതരാരും പെസഹ ഭക്ഷിക്കരുത്. സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു നിയമമേ ഉണ്ടാകാവൂ. ഇസ്രായേൽക്കാരെല്ലാവരും അപ്രകാരം പ്രവർത്തിച്ചു. കർത്താവ് മോശയോടും അഹറോനോടും പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു. ആ ദിവസം തന്നെ കർത്താവ് ഇസ്രായേൽ ജനത്തെ നിരനിരയായി ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. പെസഹായും പരിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പെസഹായും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധം. ഒരു 7 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ കാര്യം, പെസഹായ്ക്ക് നിസാൻ മാസം 10ാം തീയതി ഒരു കുഞ്ഞാടിനെ അവർ തയ്യാറാക്കി വെക്കേണ്ടതുണ്ടായിരുന്നു. 14ാം തീയതിയാണ് പെസഹ കുഞ്ഞാടിനെ കൊല്ലേണ്ട ദിവസം. 10ാം തീയതി ആടിനെ തയ്യാറാക്കുമ്പോൾ ആ ആട് ഊനമില്ലാത്ത, കുറവില്ലാത്ത കുഞ്ഞാടായിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഇതാണ് പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് പെസഹായുടെ ആദ്യത്തെ താരതമ്യം, സമാനത. പെസഹായെ ഈശോ തൻ്റെ കുരിശുമരണവുമായി ബന്ധപ്പെടുത്തി. പെസഹായുടെ രാത്രിയിലാണ് ഈശോ ദിവ്യകാരുണ്യം സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പെസഹ കുഞ്ഞാടിൻ്റെ സ്ഥാനത്താണ് യേശു തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശോ സ്വയം അവതരിപ്പിക്കുന്നത് പെസഹ കുഞ്ഞാടായിട്ടാണ്. അപ്പോൾ ഈ പെസഹ കുഞ്ഞാട് കറയില്ലാത്ത കുഞ്ഞാടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ പത്രോസ് അപ്പസ്തോലൻ എഴുതിയ ലേഖനത്തിലാണ്. അപ്പസ്തോലനായ പത്രോസ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, പത്രോസിൻ്റെ ലേഖനത്തിൽ 1ാമത്തെ ലേഖനം, വിശുദ്ധ പത്രോസിൻ്റെ ലേഖനം 1ാം ലേഖനം 1ാം അധ്യായം 18ഉം 19ഉം വാക്യങ്ങളിലാണ് ഈ ഊനമില്ലാത്ത കുഞ്ഞാടായ ക്രിസ്തുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിങ്ങനെയാണ്: പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ട് അത്രേ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം. അപ്പോൾ അതാണ് ഒന്നാമത്തെ താരതമ്യം. ഊനമില്ലാത്ത കുഞ്ഞാട്, പെസഹായിൽ ആ അറുക്കപ്പെട്ട കുഞ്ഞാട്
യേശു ക്രിസ്തു തന്നെയായി മാറുകയാണ് ദിവ്യകാരുണ്യത്തിൽ. ഇനി ഈ പെസഹ കുഞ്ഞാടിൻ്റെ രക്തമാണ് അവരെ രക്ഷിച്ചത്. ആദ്യത്തെ പെസഹായിൽ അവരെ രക്ഷിച്ചത് ഈ കുഞ്ഞാടിൻ്റെ രക്തമാണ്. അതെങ്ങനെയാണ്? പെസഹ കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം ഒരു പാത്രത്തിൽ എടുത്ത് അവർ അത് കട്ടിളപ്പടിയിലും പടിവാതിലിലും തളിക്കണമായിരുന്നു. ആ രക്തം കാണുമ്പോൾ സംഹാരദൂതൻ ഇസ്രായേൽ ഭവനങ്ങളെ വിട്ട് കടന്നു പോകും. പാസ് ഓവർ എന്ന് പറയുന്ന വാക്ക് അതിൽ നിന്നാണ് വരുന്നത്. സംഹാരദൂതൻ പാസിംഗ് ഓവർ, കടന്നു പോവുകയാണ്. അങ്ങനെ സംഹാരദൂതൻ കടന്നു പോകുന്നത് ഈ കുഞ്ഞാടിൻ്റെ രക്തം കാണുമ്പോഴാണ്. അങ്ങനെ അത് അവരെ രക്ഷിക്കുന്ന രക്തമായി മാറി. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിൽ ചിന്തിയ രക്തത്താലാണ് നമ്മളെ വീണ്ടെടുത്തത് എന്ന് അപ്പോസ്തലന്മാർ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിച്ച ഒരു സത്യമാണ്. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് അവൻ്റെ രക്തത്താലാണ്. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള യേശുവിൻ്റെ രക്തത്താലാണ്. അതാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓർക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി, പെസഹായുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കുർബാനയെ കാണുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ അർത്ഥം, ഒരേ സമയത്ത് പെസഹ ബലിയുമായിരുന്നു, വിരുന്നുമായിരുന്നു. ഒരേ സമയത്ത് അത് സാക്രിഫൈസുമാണ്, മീലുമാണ്. എന്ന് വെച്ചാൽ ഈ പെസഹ കുഞ്ഞാടിനെ ബലി കഴിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞാട് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കുമ്പോഴാണ് പെസഹ തിരുനാൾ പൂർത്തിയാവുന്നത്. അപ്പോൾ ഒരു വശത്ത് അത് ബലിയാണ്, മറുവശത്ത് അത് വിരുന്നാണ്. യേശുവിൻ്റെ കാലം എത്തുമ്പോഴേക്കും പെസഹ കുഞ്ഞാടിനെ കൊല്ലുന്നത് ഭവനങ്ങളിൽ നിന്ന് മാറ്റി ദേവാലയത്തിൽ ആക്കുന്ന ഒരു വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ദേവാലയത്തിൽ വെച്ച് കുഞ്ഞാട് കൊല്ലപ്പെടും. ആ മാംസം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർ ഭക്ഷിക്കും. യേശുവിൻ്റെ പെസഹ ആചരണത്തിൽ പത്രോസും യോഹന്നാനും കൂടി ദേവാലയത്തിലേക്ക് പോയി അവിടുന്ന് കുഞ്ഞാടിൻ്റെ മാംസം വാങ്ങി സെഹിയോൻ മാളികയിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ പെസഹായ്ക്ക് അത് ഒരേ സമയത്ത് അത് ബലിയാണ്, അതേ സമയത്ത് അത് വിരുന്നുമാണ്. അപ്പസ്തോലിക സഭകൾ ഈ ദിവ്യകാരുണ്യത്തെ ഒരേ സമയത്ത് ബലിയും വിരുന്നുമായിട്ട് കാണുന്നതിൻ്റെ പശ്ചാത്തലം ഇതാണ്. വിശുദ്ധ കുർബാന നവീകരണം പറയുന്ന സഭകൾ, അല്ലെങ്കിൽ പെന്തക്കോസ്ത സഭകൾ, അതുപോലെയുള്ള സ്വതന്ത്ര സഭകൾക്ക് വിശുദ്ധ കുർബാന ഒരു ബലിയല്ല. അവരതിനെ ബലിയായി കാണുന്നില്ല. മറിച്ച് അതൊരു ഓർമ്മയ്ക്കായി നടത്തുന്ന ഒരു മീൽ, ഒരു വിരുന്ന് മാത്രമായിട്ടാണ് അവർ കാണുന്നത്. അത് ദൈവശാസ്ത്രപരമായ ഒരു തെറ്റാണ്. കാരണം പുതിയ പെസഹായായി ക്രിസ്തു ദിവ്യകാരുണ്യം സ്ഥാപിക്കുമ്പോൾ ഒരേ സമയത്ത് അത് ബലിയും അത് വിരുന്നുമാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇതെൻ്റെ ആശയമല്ല, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞൊരാശയമാണ്. അതായത് സെഹിയോൻ മാളികയിൽ ഈശോ അർപ്പിച്ച ഈ അന്ത്യത്താഴം, അതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയും, വെള്ളിയാഴ്ച യേശുക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ യേശുവിൻ്റെ കുരിശുമരണം ഒരു ജുഡീഷ്യൽ എക്സിക്യൂഷൻ ആയിരുന്നു. ഒരു ജഡ്ജി കുറ്റവാളിയെ ശിക്ഷ വിധിച്ച് കുരിശിൽ തറച്ച് കൊന്ന ഒരു ശിക്ഷാവിധി നടപ്പിലാക്കൽ മാത്രമാണത്. യേശുവിൻ്റെ വെള്ളിയാഴ്ചത്തെ കുരിശുമരണം ഒരു കുറ്റവാളി ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കൊല്ലപ്പെടുന്നതാണ്. അതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി എന്ന് പറയാൻ കഴിയുന്നത്? അത് ഒരു കുറ്റവാളിയെ കൊന്നതാണ്. എങ്ങനെയാണത് ബലിയാവുന്നത്? അത് ബലിയാകണമെങ്കിൽ അതിനെ ബലിയാണെന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞെങ്കിലേ അത് ബലിയാവുകയുള്ളൂ. യേശുക്രിസ്തു അതെങ്ങനെയാണ് അത് ബലിയാണെന്ന് പറഞ്ഞത്? അത് തലേന്ന് വൈകുന്നേരം അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ തൻ്റെ ശരീരരക്തങ്ങളാണ് അതെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരം, ചിന്തപ്പെടുന്ന രക്തം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കുരിശിൽ നടക്കാൻ പോകുന്ന തൻ്റെ കുരിശുമരണത്തെ ഒരു ബലിയാണെന്ന് യേശു നമുക്ക് പറഞ്ഞു തരുന്നത് തലേന്ന് വൈകുന്നേരത്തെ പെസഹ അത്താഴ മേശയിലാണ്. അതുകൊണ്ട് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്ന ഒരു രഹസ്യം, ഈ പെസഹ അത്താഴ മേശ
അന്ത്യത്താഴം കൂടാതെ കാൽവരിയിലെ യേശുവിൻ്റെ കുരിശുമരണം ഒരു ബലിയാണെന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ യേശുവിൻ്റെ കുരിശുമരണത്തെ ഒരു ബലിയാക്കി നമുക്ക് പറഞ്ഞു തരുന്നത് തലേന്ന് വൈകുന്നേരത്തെ പെസഹ അത്താഴമേശയാണ്. അതുകൊണ്ട് ഒരേ സമയത്ത് അത് ബലിയുമാണ്, വിരുന്നുമാണ്. പെസഹ കുഞ്ഞാട് ദേവാലയത്തിൽ വെച്ച് കൊല്ലപ്പെടും. ആ കുഞ്ഞാടിൻ്റെ മാംസം അവരൊരു വിരുന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഒരേ സമയത്ത് അത് വിരുന്നുമാണ്, അത് ബലിയുമാണ്. നാലാമതായിട്ട് ഈ പുളിപ്പില്ലാത്ത അപ്പവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ചിന്ത. പെസഹായ്ക്ക് അവർ ഭക്ഷിച്ചിരുന്നത് പുളിപ്പില്ലാത്ത അപ്പമാണ്. ഈ പുളിപ്പില്ലാത്ത അപ്പം സൂചിപ്പിച്ചത് നമ്മൾ വിശുദ്ധിയോടുകൂടി കുർബാനയിൽ പങ്കെടുക്കണം എന്ന ആശയത്തെയാണ്. അത് നമ്മൾ കാണുന്നത് കൊറിന്തോസുകാർക്ക് അപ്പോസ്തലൻ എഴുതുന്ന 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിലാണ് ഈ പുളിപ്പിനെക്കുറിച്ചുള്ള പരാമർശം. ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് ഈ പെസഹായ്ക്ക് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പുളിപ്പില്ലാത്ത അപ്പമാണ്. ആ പുളിപ്പില്ലാത്ത അപ്പം പുതിയ നിയമത്തിൽ എന്താണ് എന്ന് അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരുന്നത് യഥാർത്ഥത്തിൽ ഈ 1 കൊറിന്തോസ് 5-ാമത്തെ അധ്യായത്തിലാണ്. 5-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. 1 കൊറിന്തോസ് 5, 7, 8. വചനം പറയുകയാണ്, നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടതാണല്ലോ. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ, ഇവിടെയാണത് പറഞ്ഞിരിക്കുന്നത്, അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. പഴയ പെസഹായ്ക്ക് പുളിക്കാത്ത അപ്പമാണ്, പുളിക്കാത്ത മാവിൽ നിന്നുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ കാണുമ്പോൾ നമ്മൾ വിശുദ്ധിയോടുകൂടി ആത്മാർത്ഥതയും സത്യവുമാകുന്ന ആ പുളിപ്പില്ലാത്ത അപ്പമായിട്ട് നമ്മൾ മാറുമ്പോഴാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ നമുക്ക് യോഗ്യത കിട്ടുന്നത്. അപ്പോൾ അതാണ് 4-ാമത്തെ ഒരു താരതമ്യം. 5-ാമത്തേത്, പഴയ പെസഹ അവർക്ക് അടിമത്തത്തിൽ നിന്നുള്ള മോചനമായിരുന്നു. അവർ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് കാനാൻ ദേശത്തേക്ക് യാത്രയായി. പുതിയ പെസഹ പാപത്തിൽ നിന്ന് പുതിയ മോശയായ ക്രിസ്തു നമ്മളെ മോചിപ്പിച്ച് സ്വർഗീയ കാനാനിലേക്ക് നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പടിയാണ്. അതൊരു പുതിയ പുറപ്പാടാണ്. ഇനി 6-ാമത്തെ ഒരു ബന്ധം, ഈ പെസഹായെ സംബന്ധിച്ച് മോശ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ടൊരു നിർദ്ദേശം, ഇത് നിങ്ങൾ വരുംകാല തലമുറകൾ മറന്നു പോകാതിരിക്കാൻ നിങ്ങളതിനെ ഒരു ഓർമ്മയായി എല്ലാ വർഷവും ആചരിക്കണം. അപ്പോൾ ഓരോ പെസഹ തിരുനാളും ഓർമ്മയാചരണമായിരുന്നു. എന്തിൻ്റെ? അവരടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതിൻ്റെ ഓർമ്മയായിരുന്നു ഓരോ പെസഹ ആചരണവും. കർത്താവ് ശംശിക അന്ത്യത്താഴമേശയിൽ വെച്ച് അവരോട് പറഞ്ഞത് അത് തന്നെയാണ്, ഞാൻ വരുന്നത് വരെയും എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം. 7-ാമത്തെ ഒരു താരതമ്യം, പെസഹ കുഞ്ഞാടിൻ്റെ അസ്ഥികൾ ഒടിക്കാൻ പാടില്ല എന്ന് നമ്മൾ ആദ്യം വായിച്ച വചനത്തിൽ വായിച്ചു, പുറപ്പാട് 12 നിന്ന്. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ അസ്ഥികളൊന്നും തകർക്കപ്പെട്ടില്ല കുരിശിൽ അവിടുന്ന് മരിച്ചപ്പോൾ എന്നും പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പഴയ പെസഹായുടെ സ്ഥാനത്താണ് പുതിയ പെസഹായായ ഈ ദിവ്യകാരുണ്യം നിലവിൽ വരുന്നത്. എന്താണ് നമ്മൾ ഈ ചിന്ത ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ടേക്ക് അവേ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട പാഠം എന്താണ്? അതായത് നമ്മളെ ദൈവം ഈ ലോകത്തിൽ നമ്മളെ അടിമപ്പെടുത്തുന്ന പാപത്തിൽ നിന്നും പിശാചിൽ നിന്നും ലോകത്തിൽ നിന്നും, ലോകം, പാപം, പിശാച്, ഈ ത്രിവിധ ശത്രുക്കളിൽ നിന്ന് യേശുക്രിസ്തു നമ്മളെ രക്ഷിച്ച അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാണ് ദിവ്യകാരുണ്യം. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. എന്താണ് നമ്മൾ യേശുക്രിസ്തുവിനെ ദിവ്യകാരുണ്യത്തിൽ ഓർക്കേണ്ടത്? അവിടുന്ന് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തന്നു എന്ന് ഓർത്ത് നന്ദി പറയാനുള്ള ഒരവസരമാണ് ഓരോ പരിശുദ്ധ കുർബാനയും. അപ്പോൾ
ഒരു കുർബാന, യൂക്കരിസ്റ്റ് എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം താങ്ക്സ് ഗിവിങ് എന്നാണ്, കൃതജ്ഞതാ ബലി എന്നാണ്. കൃതജ്ഞത, താങ്ക്സ് ഗിവിങ്. ഓരോ കുർബാനയിലും നമ്മൾ നന്ദി പറയുകയാണ്. ദൈവമേ, നീ എനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നു. ഈ നന്ദി നമ്മുടെ മനസ്സിലുണ്ടാവാൻ, ആ ഓർമ്മ നിലനിർത്താൻ ഈ പെസഹായുമായി ബന്ധപ്പെട്ട ചിന്തകൾ നമ്മളെ സഹായിക്കും. ഞാൻ പെസഹായുടെ ചിന്തകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ തവണയും പെസഹ ആചരിക്കുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ആദ്യം ഈജിപ്തിൽ വെച്ച്, പിന്നീട് രണ്ടാമത് സീനായി മരുഭൂമിയിൽ വെച്ച്, പിന്നീട് മൂന്നാമത് അവർ പെസഹ ആഘോഷിക്കുന്നതായി നമ്മൾ കാണുന്നത് ഗിൽഗാലിൽ വെച്ചാണ്, കാനാൻ ദേശത്തേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ്. ഇങ്ങനെ 3 കൃത്യമായ എപ്പിസോഡുകളിലും നമുക്ക് കാണാൻ പറ്റും ഈ പെസഹ അവർക്ക് ഒരു ഉടമ്പടി സംരക്ഷണത്തിൻ്റെ അടയാളമായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ പെസഹ അവർക്ക് ഒരു കവനൻ്റൽ പ്രൊട്ടക്ഷൻ്റെ അടയാളമായിരുന്നു. പെസഹ ഭക്ഷിക്കുമ്പോൾ അവർ പ്രൊട്ടക്റ്റഡ് ആവുകയാണ്. ആദ്യത്തെ പെസഹ ഭക്ഷിച്ചപ്പോൾ സംഹാരദൂതനിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെട്ടു. രണ്ടാമത്തെ പെസഹ ഭക്ഷിച്ചപ്പോൾ, ആചരിച്ചപ്പോൾ അവർ കാളക്കുട്ടിയെ ആരാധിച്ച് കൊല്ലപ്പെട്ട ആ സാഹചര്യത്തിൽ നിന്ന്, ആ ദൈവകോപത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. മൂന്നാമത്തെ പെസഹ ആചരിക്കുമ്പോൾ അവർ ജെറീക്കോയിലെ തങ്ങളെ കാത്തിരിക്കുന്ന ശത്രുക്കളിൽ നിന്ന് ആ പെസഹ ആചരണത്തിലൂടെയാണ് അവർ സംരക്ഷണം നേടിയത്. നമുക്കൊരു ദൈവത്തോട് നമ്മൾ ചെയ്ത, അല്ലെങ്കിൽ ദൈവം നമ്മളോട് ചെയ്ത ഉടമ്പടിയുടെ സംരക്ഷണം നമുക്ക് കിട്ടുന്നത് ഈ പുതിയ പെസഹായാകുന്ന പരിശുദ്ധ കുർബാനയിലൂടെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആവർത്തിച്ച് കുർബാന സ്വീകരിക്കുമ്പോൾ പറയുന്ന ഒരു പ്രാർത്ഥന ഇതാണ്: യുവർ ബ്ലഡ് ഈസ് മൈ പ്രൊട്ടക്ഷൻ. കർത്താവേ, നിൻ്റെ രക്തമാണ് എൻ്റെ സംരക്ഷണം, നിൻ്റെ രക്തമാണ് എന്നെ പൊതിയുന്നത്, നിൻ്റെ രക്തമാണ് എന്നെ സംരക്ഷിച്ച് നിർത്തുന്നത്. യുവർ പ്രഷ്യസ് ബ്ലഡ് ഈസ് മൈ പ്രൊട്ടക്ഷൻ. അതുകൊണ്ട് ഓരോ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും നമുക്ക് ഈ ഒരു പ്രാർത്ഥന ആവർത്തിക്കാൻ കഴിയട്ടെ. യേശുവേ, നിൻ്റെ വിലയേറിയ രക്തമാണ് എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്. ഈ ചിന്തകളോടുകൂടി ഇന്ന് നമ്മൾ അഭ്യസിക്കേണ്ട പുണ്യമാണ് സത്യസന്ധത, ട്രൂത്ത്ഫുൾനെസ്. അതായത് സാധിക്കുന്നിടത്തോളം എല്ലാ ഇടങ്ങളിലും സത്യസന്ധതയോടെ വ്യാപരിക്കാൻ നമുക്ക് കർത്താവിൽ നിന്ന് കൃപ ചോദിക്കാം. അപ്പോൾ സത്യസന്ധതയ്ക്കെതിരായ തിന്മ, ഒഴിവാക്കേണ്ട തിന്മയാണ് കാപട്യം. മനസ്സിലൊന്ന് വെച്ച് പുറത്ത് ഒന്ന് പറയുക, അഭിനയിക്കുക, ഇതെല്ലാം കാപട്യമാണ്. അപ്പോൾ സത്യസന്ധത, അതിനെതിരായ ആ പാപം, കാപട്യം, അത് ഒഴിവാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ചൊല്ലേണ്ട പ്രാർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞു തന്നു: യുവർ പ്രഷ്യസ് ബ്ലഡ് ഈസ് മൈ പ്രൊട്ടക്ഷൻ. യേശുവേ, നിൻ്റെ പവിത്രമായ, നിൻ്റെ വിലയേറിയ രക്തമാണ് എൻ്റെ സംരക്ഷണം. ഈ പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം. ടാസ്ക് ഇതാണ്: നമുക്ക് ഒരു 3 പ്രാവശ്യം ലോകത്ത് സക്രാരികളിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യത്തെ മനസ്സിൽ ധ്യാനിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് ഒരു 3 പ്രാവശ്യം ഇന്ന് പറഞ്ഞ് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ ആരാധിക്കാൻ മറന്നു പോകാതിരിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ നമുക്ക് ഈ ചിന്തകൾ തരുന്ന കൃപകൾ സ്വീകരിക്കാനുള്ള ആശീർവാദം പ്രാപിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരാധനയിൽ നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ നമുക്കുണ്ടാകുന്ന എല്ലാ മടുപ്പിനെയും ആത്മീയ തടസ്സങ്ങളെയും പൈശാചിക പോരാട്ടങ്ങളെയും കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നേരിടാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ആത്മീയ യാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ ആരാധനയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, ഈശോയുടെ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളെ വിളിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ തിരഞ്ഞെടുത്തതല്ല, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ഞങ്ങൾ പോയി ധാരാളം ഫലം പുറപ്പെടുവിക്കാനാണ് അങ്ങ് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന ഫലങ്ങളുണ്ടാവാൻ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള തെറ്റുകളും പാപങ്ങളും മാപ്പ് ചോദിച്ച് മോചനം പ്രാപിച്ച് കൂടുതൽ കൃപയുള്ളവരായി മാറാൻ ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ ആത്മീയ ശുശ്രൂഷ നടത്തുന്നത്. കർത്താവേ, ഇതിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർക്കാവശ്യമായ എല്ലാ കൃപകളും അങ്ങ് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ ഞെരുക്കങ്ങളുടെ നടുവിലാണല്ലോ
ഞങ്ങളെല്ലാം ദൈവമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. കർത്താവെ, ഞങ്ങളുടെ വേദനകൾ അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം അയക്കണമേ. അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായും പൂർവികമായും വന്നുപോയ പാപങ്ങളും കടങ്ങളും ഇളച്ചു തരണമേ. കർത്താവെ, ഇന്ന് ഈ യാത്രയിൽ അവിടുത്തെ പ്രിയമക്കൾ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കാൻ അവിടുന്ന് സഹായിച്ച് കൂടുതൽ ഉത്സാഹത്തോടെ ദൈവമേ അവിടുന്ന് തരുന്ന ഈ കൃപാവരത്തിൻ്റെ വഴിയിലേക്ക് ചേർന്ന് നിൽക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കാരുണ്യവാനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈ 40 ദിവസത്തെ പ്രാർത്ഥനാ യാത്രയിൽ മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കാനും പുലരാനും ദൈവം ഇടയാക്കട്ടെ. സർവശക്തനായ ദൈവം അവിടുത്തെ കണ്ണുകൾ നിങ്ങളുടെ നേരെ ഉയർത്തി നിങ്ങളുടെ നെടുവീർപ്പുകൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ യാചനകൾക്ക് കാതോർത്ത് അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളിലേക്ക് ആശ്വാസവും സമാധാനവും കടന്നു വരട്ടെ. കർത്താവായ യേശുവിൻ്റെ വിലയേറിയ തിരുശരീരത്തിൻ്റെ അനന്തമായ യോഗ്യതകളാൽ തന്നെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.